പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, നാളത്തെ എക്സാമിന് ഒരുങ്ങണ്ടേ നമുക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാളത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുന്നേ ചോദിച്ച ചോദ്യങ്ങൾ കൂടിയാണ് ഇവ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം, ഒട്ടും സമയം കളയാതെ. ഒറ്റൊരു കാര്യം കൂടി, വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റുകൾ കൂടി ഒന്ന് അറിയിക്കുക. നേരെ ചോദ്യങ്ങളിലേക്ക്. നമുക്കറിയാം, ഇത് കണ്ടിന്യൂവേഷൻ ആണ് ക്ലാസ്. ഇതിന് മുന്നേ നമ്മൾ 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. അപ്പോൾ പാർട്ട് 3 ആണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് പ്രവർത്തനം 3. സംഖ്യ കണ്ടെത്താം. ഗണിതോത്സവത്തിനായി സംഖ്യാച്ചെടി തയ്യാറാക്കിയത് നോക്കൂ. തന്നിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് സംഖ്യ കണ്ടെത്തി ചെടിച്ചട്ടിയിൽ എഴുതുക. അതായത് ഗണിതോത്സവത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്തു? ഒരു സംഖ്യാച്ചെടി ഉണ്ടാക്കിയല്ലേ? അപ്പോൾ ഈ സംഖ്യാച്ചെടിയിൽ നമുക്ക് എന്ത് ചെയ്യണം? സംഖ്യ കണ്ടെത്തി എഴുതണം. എഴുതിയ സംഖ്യയുടെ പ്രത്യേകത പൂക്കളിലും കൂടി എഴുതണം. അപ്പോൾ സംഖ്യാച്ചെടിയിൽ സംഖ്യ എഴുതണം, അതുപോലെ തന്നെ എഴുതിയ സംഖ്യയുടെ പ്രത്യേകത പൂക്കളിൽ എഴുതുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം മക്കളെ. ഇതാ ആദ്യത്തെ പൂവ് നോക്കിക്കോളൂ. 3 100 1 10 5 1. 3 100 1 10 5 1 3 100 300. 1 10 എന്ന് പറയുമ്പോൾ 310. അതിൻ്റെ കൂടെ 5 ഒന്നും കൂടെ കൂട്ടിയാൽ 315. അപ്പോൾ ഏതാണ് സംഖ്യ? 315 സംഖ്യ. അതാ ചട്ടിയിൽ എഴുതി. അപ്പോൾ 3 100 1 10 5 1 315. 314നും 316നും ഇടയിൽ 315. 315 ഒന്നുകൾ ചേർന്നാൽ 315 കിട്ടും. അതുപോലെ 30 10കളും 15 ഒന്നുകളും ചേർന്നാലും 315 കിട്ടും. അപ്പോൾ 30 10 എന്ന് പറയുമ്പോൾ 300 അതിൻ്റെ കൂടെ ഒരു 15 കൂട്ടി ചേർത്താൽ 315 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സംഖ്യാച്ചെടി പൂർത്തിയാക്കേണ്ടത്. മനസ്സിലായോ? കംപ്ലീറ്റ് ആയോ? ഇതുപോലെ ഏത് നമ്പർ വെച്ചിട്ടും തരാം, ഏത് സംഖ്യ വെച്ചിട്ടും തരാം. ഇപ്പോൾ ഇവിടെ 315 ചോദിച്ചു, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതേ മോഡൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കണം. അടുത്തൊരു ചോദ്യം, പാറ്റേൺ പൂർത്തിയാക്കുക. 210 320 430. ഇത് ബാക്കി എഴുതണം. 2 3 4 അങ്ങനെയാ പോകുന്നത് ആദ്യത്തെ സംഖ്യ. പിന്നത്തെ സംഖ്യ നോക്കിയാൽ 1 2 3, ബാക്കി എല്ലാം 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാറ്റേൺ പൂർത്തിയാക്കാമേ. എൻ്റെ പൊന്നുമക്കളെ, ഇതാ നോക്കിക്കോ. 210 320 430 540 650. ഇങ്ങനെയാണ് പാറ്റേൺ വരിക. പാറ്റേൺ പൂർത്തിയാക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ 210 320 430, 4 കഴിഞ്ഞ 5 വരണം. അപ്പോൾ 540, അതുപോലെ 650. കംപ്ലീറ്റ് ആയി പാറ്റേൺ. മനസ്സിലായോ? 210 320 430 540 650. ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. സിമ്പിളാണ്. 2 3 4 5 6. പിന്നെയോ നടുക്കത്തെ സംഖ്യ 1 2 3 4 5. അപ്പോൾ ലാസ്റ്റ് 0. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ശരിയായി ക്രമീകരിച്ചതിന് ടിക്ക് മാർക്ക് ഇടണം. ഓക്കെ, നിങ്ങൾ നോക്കിയ ആദ്യത്തെ ഓപ്ഷൻ 600 700. ചെറുതിൽ നിന്ന് വലുതിലേക്കാണേ. 600 700, പിന്നെ അത് അവർ 500 കൊടുത്തിട്ട്. അപ്പോൾ അത് ശരിയാണോ? അല്ല. രണ്ടാമത്തെ നോക്കിയേ, 214 224 234. അതുവരെ ശരിയാ, പക്ഷെ ലാസ്റ്റ് എന്തിട്ടു? 204 കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ശരിയല്ല. മൂന്നാമത്തെ നോക്കിയേ, 512. അതിനേക്കാളും വലുതാണ് 520. അതിനേക്കാളും വലുതാണ് 540. അതിനേക്കാളും വലുതാണ് 550. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മൂന്നാമത്തേതാണ്. മൂന്നാമത്തെ ആൻസറിന് ടിക്ക് മാർക്ക് ഇടേണ്ടതാണ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, പ്രവർത്തനം 4A, കാർഡ് കളി. ഗണിതോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് നൽകാനായി കാർഡുകൾ തയ്യാറാക്കുകയാണ് റാഷിയും കൂട്ടുകാരും. അപ്പോൾ റാഷിയും കൂട്ടുകാരും ഗണിതോത്സവത്തിലെ കുട്ടികൾക്കായിട്ട് കാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി 100 മുതൽ 135 വരെയുള്ള നമ്പർ കാർഡ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ 1ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 100 മുതൽ 135 വരെയുള്ള കാർഡുകൾ ആർക്ക് കൊടുക്കണം? 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 1ാം ക്ലാസ്സിൽ
എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? 100 മുതൽ 135 വരെ എന്ന് പറയുമ്പോൾ 1 മുതൽ 35 വരെ 35 കുട്ടികളില്ലേ? അതുപോലെ 100 മുതൽ 135 വരെ 35 കുട്ടികൾ എന്തായാലും ഉണ്ട്. അതിൻ്റെ കൂടെ 100 എന്നുള്ള ആ കാർഡ് കൂടി നമുക്ക് കൂട്ടണം. അങ്ങനെയാണെങ്കിൽ 35 കൂട്ടണം 1 സമം 36 കുട്ടികളാണ് 1-ാം ക്ലാസ്സിലുള്ളത്. അത് മനസ്സിലായോ? 100 എന്നുള്ള കാർഡ് കൊടുക്കണം 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക്, 101 കൊടുക്കണം, 102 കൊടുക്കണം, അങ്ങനെ 135 വരെ കൊടുക്കണം. അപ്പോൾ 35 വരെയുള്ളത് കൂട്ടണം ആ 100 എന്നുള്ള നമ്പർ. അങ്ങനെയാണെങ്കിൽ 35 കൂട്ടണം 1 സമം 36 കുട്ടികളാണ് 1-ാം ക്ലാസ്സിൽ. അങ്ങനെയാണെങ്കിൽ 2-ാം ക്ലാസ്സിലെ കുട്ടികൾ, 2-ാം ക്ലാസ്സിലെ 32 കുട്ടികൾക്കായി കാർഡുകൾ തയ്യാറാക്കി. ആദ്യത്തെ കാർഡിലെ സംഖ്യ 50 എന്നെഴുതി. അങ്ങനെ 50-ൽ തുടങ്ങി തുടർച്ചയായി എഴുതിയാൽ അവസാനത്തെ കാർഡിലെ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. അതായത് 2-ാം ക്ലാസ്സിൽ 32 കുട്ടികളുണ്ട്. ആദ്യത്തെ കാർഡിൽ ഏത് സംഖ്യ കൊടുത്തു? 50 എന്ന സംഖ്യ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് കിട്ടി. ഇനി എത്ര കുട്ടിക്ക് കിട്ടണം? 31 കുട്ടിക്ക് കിട്ടണം. 32-ലെ ഒരു കുട്ടിക്ക് ഇപ്പം കിട്ടി 50 ആ കുട്ടിയുടെ കാർഡ്. ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടണ്ടേ? എങ്ങനെ കിട്ടും? നോക്കിക്കോ, 50-ന്റെ കൂടെ ബാക്കിയുള്ള 31 കൂട്ടിയാൽ 81 എന്ന് കിട്ടും. അപ്പോൾ 81 ആ ക്ലാസ്സിലെ അവസാനത്തെ കാർഡിൻ്റെ നമ്പർ. ക്ലിയർ ആണോ? അതായത് 2-ാം ക്ലാസ്സിലെ 32 കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു, ആദ്യത്തെ കാർഡ് 50 ആണെന്നും പറഞ്ഞു. അപ്പോൾ 50 കിട്ടിയ ഒരു കുട്ടിയുണ്ട് ക്ലാസ്സിൽ. ഇനി ബാക്കി എത്ര കിട്ടാത്ത കുട്ടികളുണ്ട്? 31 കിട്ടാത്ത കുട്ടികളുണ്ട്. അപ്പോൾ 50-ന്റെ കൂടെ ആ 31 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് കിട്ടേണ്ട കാർഡിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ 50 കൂട്ടണം 31 സമം 81. അടുത്ത ചോദ്യം മക്കളെ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ചോദ്യം, 5, 2, 7 എന്നീ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും എഴുതുക. ഇത് ഈസി അല്ലേ? നമുക്കൊന്ന് എഴുതി നോക്കാം. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് 752 ആണ്. 752 ആണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. ഏറ്റവും ചെറുതോ 257 ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 257, ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 752. കിട്ടിയല്ലോ, പഠിച്ചല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, 3 100ഉം 26 10ഉം ചേർന്ന സംഖ്യ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? 3 100 എന്ന് പറയുമ്പോൾ 300ആയി. 26 10 എന്ന് പറയുമ്പോൾ 260ആയി. അപ്പോൾ 260-ന്റെ കൂടെ 300 കൂട്ടുന്ന ആൻസർ ആണ് നമ്മൾ എഴുതേണ്ടത്. 300ഉം 260ഉം ഉത്തരം 560. അതിന് ടിക്കിടുക. അപ്പോൾ 560 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം 3 100 300, 26 10 എന്ന് പറയുമ്പോൾ 260. അപ്പോൾ 300ഉം 26 10 260ഉം കൂട്ടിയാൽ 560 ആൻസർ കിട്ടും. അതാണ് കറക്റ്റ്. അടുത്ത ചോദ്യം, പ്രവർത്തനം 4B. മക്കളെ, വീഡിയോ ടീച്ചർ ഒന്നുകൂടെ പറയുന്നു, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 4B എന്ന പ്രവർത്തനം കണ്ടെത്താം, എഴുതാം. 4, 6, 3 എന്നീ സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏതെങ്കിലും 4 മൂന്നക്ക സംഖ്യകൾ എഴുതുക. 6, 4, 3 എന്നീ കാർഡുകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏതെങ്കിലും 4 മൂന്നക്ക സംഖ്യകൾ എഴുതുക. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഏതെങ്കിലും 4 എഴുതാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. നോക്കിക്കോ, ടീച്ചർ എഴുതുന്നത് ഇങ്ങനെയാണ്: 643, 346, 463, 436. അപ്പം നിങ്ങൾ ഏത് സംഖ്യയാണോ എഴുതിയത് ആ സംഖ്യകളെ എന്ത് ചെയ്യണം? ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമപ്പെടുത്തണം. അപ്പോൾ ടീച്ചർ ഇനി ചെറുതിൽ നിന്നും അതിനെ വലുതിലേക്ക് എഴുതാൻ പോവുകയാണ്. നോക്കിക്കോളൂ. 346, 436, 463, 643. ഇങ്ങനെ ആ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതണം. തിരിച്ചും ചോദിക്കാം, അപ്പം തിരിച്ചും എഴുതേണ്ടി വരും. എങ്ങനെ എഴുതാം? വലുതിൽ നിന്ന് ചെറുതിലേക്കാണെങ്കിൽ 643, 463, 436, 346 എന്നിങ്ങനെ എഴുതാം. ചെറുതിൽ നിന്ന് വലുതിലേക്കും എഴുതാൻ ചോദിക്കാം, വലുതിൽ നിന്ന് ചെറുതിലേക്കും എഴുതാൻ വേണ്ടി ചോദിക്കാം. അപ്പം അടുത്ത ചോദ്യം, 716-ൽ തുടങ്ങി തുടർച്ചയായി എഴുതിയാൽ 30-ാമത്തെ കാർഡിലെ സംഖ്യ ഏതാണ്?
716 തുടങ്ങിയിട്ട് തുടർച്ചയായി നമ്മളൊരു കാർഡ് എഴുതി പോവുകയാണെങ്കിൽ അങ്ങനെ വരുന്ന 30ാമത്തെ കാർഡ് ഏതാണ്? നമുക്ക് നോക്കാം. ആൻസർ 750. ഓക്കെ, 750. ടീച്ചർ അവിടെ കൊടുത്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ടീച്ചർ അവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 750 ആണ്. 750 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കിയേ 716. 716ന്റെ കൂടെ എത്ര കൂട്ടണം? 716 സോറി മക്കളെ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്നുകൂടെ വായിക്കാം ടീച്ചർ. 716 തുടങ്ങി തുടർച്ചയായി എഴുതിയാൽ 30ാമത്തെ കാർഡിലെ സംഖ്യ ഏതാണ്? 716ന്റെ കൂടെ എന്ത് ചെയ്യണം? 30ാമത്തെ കാർഡിൽ കിട്ടണമെങ്കിൽ 29 കൂട്ടണം. അപ്പൊ 716 കൂട്ടണം 29 30 കൂട്ടരുത്, 29 കൂട്ടണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 745. ഒന്നുകൂടെ പറയാം. ടീച്ചർ പറഞ്ഞ എൻ്റെ മക്കളെ കൺഫ്യൂഷൻ ആക്കിയോന്നറിയില്ല. ഒന്ന് നോക്കിക്കോളൂ. 716 തുടങ്ങി തുടർച്ചയായി കാർഡ് എഴുതുകയാണ്. 30 വരെയുള്ള കാർഡ് എഴുതണം. 716 തുടങ്ങിയിട്ട് അങ്ങനെ ടോട്ടൽ 30 കാർഡ് എഴുതണം. അങ്ങനെയാണെങ്കിൽ ആ 30ാമത്തെ കാർഡിലെ സംഖ്യ ഏതാണെന്ന ചോദ്യം. അപ്പോൾ 716 ഒന്നാമത്തെ കാർഡ്. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? 29 കാർഡ് എഴുതണ്ടേ. അപ്പോൾ 716ന്റെ കൂടെ എന്ത് ചെയ്യണം? 29 കൂട്ടണം. അപ്പോൾ എത്ര ഉത്തരം കിട്ടും? 745 ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം 700ഉം 5 10ഉം ചേർന്ന സംഖ്യ എത്ര? 700 5 10 50. അപ്പോൾ 700ഉം 50ഉം കൂട്ടിയാൽ 750 ആണ് ആൻസർ. ഇതത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയും മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി 5ാമത്തെ പ്രവർത്തനത്തിലേക്കാണ് നമുക്ക് പോവേണ്ടത്. 5ാമത്തെ പ്രവർത്തനത്തിൽ 2 പ്രവർത്തനങ്ങളാണുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ 5Aയും Bയും കൂടി ടീച്ചർ പറഞ്ഞു തരാം. അത്രയും ആയാൽ മാത്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പഠിക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.